ഞാൻ ഇന്നലെ ഹോസ്റ്റലിൽ വന്നു. എന്നിട്ട് വിളിക്കാത്തത്? കുറച്ച് ടാബ്ലേറ്റ് വർക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞപ്പോ ഒന്നിനും തോന്നിയില്ല. ഇരിക്കൂ. പയ്യനില്ല. ഡിന്നർ പുറത്തായാലോ എന്ന് ആലോചിക്കുമ്പോഴാണ് മാലിന്യം വന്നത്. ഫ്രിഡ്ജിലെല്ലാം ഉണ്ട്, ചൂടാക്കേണ്ട കാര്യമുള്ളൂ. ഔട്ടിങ് വേണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പുറത്ത് പോവാം. സീ ഫേസിൽ ഒരു ബെസ്റ്റ് ചൈനീസ് കുക്ക് വന്നിട്ടുണ്ട്. രവിയേട്ടന് പിന്നെ വല്ല ചേഞ്ച്? ഇല്ല, ഒന്നുമില്ല. സുഖമുണ്ട്. വെരി നോർമൽ. രവിയേട്ടൻ എന്നോട് പലതും പറഞ്ഞു. എന്നോടും പറയാനാണ് വന്നത്. പക്ഷെ ഞാൻ ചാൻസ് കൊടുത്തില്ല. മരിക്കുന്നു എന്ന് തോന്നിയപ്പോൾ എന്തൊക്കെയാ നമ്മളോട് പറഞ്ഞില്ലേ? അതൊക്കെ തന്നെ. വീണ്ടും സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാം ഞാൻ സമ്മതിച്ചാണ്. വീട് ഒരുങ്ങിക്കഴിഞ്ഞു. മാലിന്യ ഒറ്റയ്ക്ക് ഇവിടെ വിട്ട് നാട് തണ്ടാതിരിക്കാൻ എല്ലാ സ്ഥലങ്ങളിലും വേണ്ട ഏജന്റുമാരെ വെച്ചു. ഓൾ സെറ്റ്. നമുക്കത് മറക്കാം. ആ ഹോൾ എപ്പിസോഡ്. ആപത്തൊന്നും വരാതെ രവിയേട്ടൻ തിരിച്ചു വരികയും ചെയ്തു. ഒരു തമാശ കേട്ട പോലെ അത് വിട്ടുകളയാം. നമ്മുടെ കുട്ടികളല്ലല്ലോ. നമ്മൾ കുട്ടികളല്ല. അക്സെപ്റ്റഡ്. ജീവിതം ഒരു തമാശക്കളിയല്ല. എഗെയിൻ അക്സെപ്റ്റഡ്. പക്ഷെ ഒരാളുടെ വിങ്സ് ആൻഡ് ഫാൻസീസ് അനുസരിച്ച് അക്ഷരങ്ങൾ മായ്ക്കാനും വരുത്താനും പാകത്തിലുള്ള ഒരു മാജിക് ഫ്ലൈറ്റ് അല്ല മനുഷ്യന്റെ മനസ്സ്. കല്യാണക്കാരി എടുത്തിട്ടപ്പോൾ ഞാൻ എതിർത്തതാണ്. ഇപ്പോഴത്തെ ഒത്തുമാറ്റത്തിന്റെ കഥയല്ല ഞാൻ പറയുന്നത്. 6.5 കൊല്ലം മുമ്പുള്ള നിങ്ങളുടെ ഒറിജിനൽ വിവാഹം. ബുദ്ധിജീവിയായി നടന്നുകൊണ്ട് കുടുംബം പുലർത്താനാവില്ല എന്ന് വാദിച്ചു. സൗകര്യത്തിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയെ കഷ്ടപ്പെടുത്തരുതെന്ന് അപേക്ഷിച്ചു. എതിർക്കാൻ കാരണം ഈ ന്യായങ്ങളൊന്നും ആയിരുന്നില്ല എന്നത് വേറെ. ആ പെൺകുട്ടിയുടെ ആരാധനഭൂമി രാപ്പകൽ ആദ്യ പിടിച്ചു കിടന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവന്റെ ധ്യാനം, മോഹം, സ്വപ്നം ഒക്കെ അവൾക്ക് ചുറ്റും. അവനത് പറയാൻ വയ്യ. കല്യാണം മുടക്കാൻ ആഗ്രഹിച്ചത് അവന് വേണ്ടിയാണ്. അവന്റെ എരിഞ്ഞു നേറൽ മാന്യക്കറിയില്ല. ആരുടെ? എന്റെ, ഈ രാജേന്ദ്രന്റെ. പാർട്ട് ടൈം പണിയെടുത്ത് പഠിക്കുന്നവൻ അവൻ എങ്ങനെ സത്യം പറയും? ആചാരോപചാരങ്ങൾ വിടാത്ത 10 ഇംഗ്ലീഷ് വാചകങ്ങൾ, പെൺകിടാങ്ങളെ ക്ലാസ്സിൽ ചിരിപ്പിക്കാൻ 4 ഫലിതം, വാർഷികത്തിന്റെ നാടകത്തിൽ ഷേക്സ്പിയറുടെ 2 ആത്മകഥ. നൈജീരിയയിൽ നിന്ന് വന്ന് ആദ്യം നാട് കണ്ടവർ, ഹൃദയം പറിച്ചെടുത്ത രവിസാറിന്റെ കാൽക്കൽ. അവന്റെ വേഷം ഓർമ്മയുണ്ടോ? പാന്റ് നിലത്തഴയും. പാർട്ട് ടൈം ടൈപ്പിസ്റ്റായി പണിയെടുക്കുന്ന വീട്ടിലെ സാറിന്റെ ദയ കൊണ്ട് കിട്ടുന്നതാണ്. മാലിനി, തടിച്ച ദേവി. 3ാമതൊരാൾ കൂടി ഉണ്ടല്ലോ, ശാന്തകുമാരി. നിങ്ങളുടെ പരിഹാസം കേൾക്കാത്ത ദിവസമില്ല. പക്ഷേ രാജേന്ദ്രൻ ഞങ്ങൾക്കൊക്കെ നല്ല ഫ്രണ്ടായിരുന്നു. കോളേജ് ഡേയ്സിലെ പരിഹാസമൊക്കെ ആരെങ്കിലും സീരിയസ് ആയി? ഹേയ്, ആക്ഷേപമില്ല. അല്പം പരിഹാസം നിത്യവും കിട്ടിയില്ലെങ്കിലായിരുന്നു പിന്നെ വിഷമം. പ്ലീസ്, ഞാൻ പറയാൻ വന്നത്. അറിയാം, പക്ഷെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് മുഴുവൻ കേൾക്കണം. അവന്റെ കഥ. നൈജീരിയയിൽ നിന്ന് പണം തലച്ചുമടായി കൊണ്ടുവന്ന ഡോക്ടർ തോമസിന്റെ മകളോട് അവൻ എങ്ങനെ പറയും? ഒരു ആരാധന ഇവിടെ ഞാനുണ്ട്, തല കാണില്ല. പിന്നെ രജിസ്റ്റർ ഓഫീസിൽ സാക്ഷി ഒപ്പിട്ടപ്പോൾ മനസ്സിൽ പറഞ്ഞു, ഞാൻ കരുതി വെച്ച നിക്ഷേപമാണ് സാറിന് തരുന്നത്. ഓർമ്മയുണ്ടോ? മാലിനി നന്ദി പറയാൻ മറന്നില്ല. മുഖത്ത് നോക്കിയില്ല. നോക്കിയാൽ എന്റെ കണ്ണീര് കാണുമോ എന്ന ഭയം. നോക്കൂ, ആ പ്രായത്തിൽ എല്ലാവർക്കും അങ്ങനെ ഒരു ഇൻഫെക്ച്വേഷൻസ് തോന്നും. എനിക്കത് രവി സാറിനോടായി. അന്നത്തെ കമ്പമാവുമെന്ന് ഞാനും വിചാരിക്കാൻ ശ്രമിച്ചു. അല്ല, വെറും കമ്പം ഒരു കെടാത്ത തീ പോലെ മനസ്സിൽ നീറിക്കിടക്കില്ല. I loved you always.
ഹോസ്പിറ്റലിൽ കാവൽ കിടന്നതും ചികിത്സയ്ക്ക് വാരിക്കോരി ചെലവ് ചെയ്തതൊക്കെ വെറും ഒരു ഗുരുഭക്തി കൊണ്ടാണെന്ന് ധരിച്ചോ? അറിയാം, എന്നെ സഹായിക്കാനും കൂടിയായിരുന്നു. ഞാനിത് മറക്കില്ല. പക്ഷേ രവിയേട്ടൻ മരിച്ചു ജീവിച്ചൊരു മനുഷ്യനാണ് എന്നോട് അപേക്ഷിക്കുന്നത്. അത് തെറ്റ്. നല്ല സമയത്ത് മരിക്കാത്തത് തെറ്റ്. അങ്ങനെ പറയരുത്. ഡോണ്ട് ബി സോ ക്രൂവൽ. പബ്ലിഷേഴ്സായി എന്തോ ഇടപാടുകൾ നടത്തുന്നു. ചെലവ് ചെയ്ത സംഖ്യയൊക്കെ ഒരുവിധം വീട്ടിൽ തീർക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടു. പണത്തിന് പകരം നിന്നെ പിടിച്ചു വയ്ക്കുമെന്ന് കരുതുന്നുണ്ട് രവിശങ്കർ സാർ. എന്നെപ്പറ്റി സാറിനെന്തറിയാം? നിനക്കെന്തറിയാം? ഞാൻ ബിസിനസ്സുകാരനാണ്. ബയേഴ്സ് പല നാട്ടിൽ നിന്ന് വരും. അവർക്ക് വേണ്ടി കോൾ ഗേൾസിന് വരെ സപ്ലൈ ചെയ്യേണ്ടി വരും. പെണ്ണ് എനിക്കൊരു അപൂർവ വസ്തുവല്ല. മദ്രാസ്, ബോംബെ, ഡൽഹി വിളിച്ചാൽ പറന്നു വരുന്നവരുടെ ഒരു 100 നമ്പരെങ്കിലും ആ ബുക്കിൽ കാണും. പക്ഷെ എനിക്ക് വേണ്ടി ഞാൻ വിളിച്ചിട്ടില്ല ഇതുവരെ. കടം വീട്ടുകയോ വീട്ടാതിരിക്കുകയോ ചെയ്യാം, അത് വേറെ കാര്യം, നിസാരം. ഇഷ്ടമില്ലാതെ വേദന മറച്ചു പിടിച്ച് ഞാൻ ഏൽപ്പിച്ചൊരു വലിയ മുതലുണ്ട്. അതെനിക്ക് അദ്ദേഹം തിരിച്ചു തന്നു. സ്വമേധയാ ഞാൻ ഏറ്റുവാങ്ങി. The deal is cost. രാജേന്ദ്രൻ, help me. Please. ഞാനെന്ത് ചെയ്യണം? എനിക്കറിയില്ല. ഞാൻ ഈ സ്ഥലം വിട്ട് പോണോ? സ്ഥിരമായി ബോംബെ ഓഫീസിൽ നിന്നാൽ ബിസിനസ് നടത്താൻ ശല്യമാണ്. അരുത്. രാജേന്ദ്രൻ ഇവിടേക്ക് ഉണ്ടാവണം. എവിടേക്ക് പോരുത്. എനിക്കൊരു സമാധാനത്തിന് എനിക്ക് വേറെ ആരുണ്ട്? ഞാനുണ്ട്, എന്നും ഞാനുണ്ട്. പ്ലീസ്, You are mine. നീ എന്റെ മകനാണ്. I want you. വിടില്ല. നീ എന്റെ മകൻ. എന്റെ മാത്രം. ഞാൻ പിന്നെ ആലോചിച്ചപ്പോ ടൗണിൽ ഒരു വീട് നോക്കാൻ ഞാൻ ബാബുവിനോട് പറയാം. കോളേജിനടുത്ത് എവിടെയെങ്കിലും. ലൈബ്രറിയുടെ സൗകര്യം നോക്കുമ്പോ ഞാനും ടൗണിൽ താമസിക്കുന്നതാവും ബെറ്റർ അല്ലേ? വിടോ. നോക്കൂ, എനിക്കിപ്പോ ഒന്നുമില്ല. പഴയ തെറ്റുകുറ്റങ്ങളുടെ തിരിച്ചറിയൽ, ഒരു വീണ്ടും വിചാരം, ഒരു റീഅസസ്മെന്റ്. ഒരുപക്ഷെ അതിനായിരിക്കും ഈ രോഗം വന്നത്. യു വിൽ ബി ഹാപ്പി. നമുക്കിനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. അരുത്, എന്നെ തുടരുത്. മല്ലി, ഐ എം എ നോർമൽ പേഴ്സൺ. നീ എന്റെ ഭാര്യയാണ്. ആയിരുന്നു. നീ പിന്നെ ഇപ്പൊ എനിക്ക് ആരാണ്? ആ കഥ മറക്ക്. മരണം മുന്നിൽ കണ്ട മനുഷ്യൻ പിച്ചുമ്പയും പറയും. അത് ചെമ്പേടും ശാസനയും പോലെ ചരിത്രരേഖയൊന്നുമല്ല. അവനോട് ഞാൻ സംസാരിക്കാം. ഒരു തുണ്ട് ഭൂമി വിറ്റാൽ വീട്ടാവുന്ന കടമയുള്ളൂ അവന്. അവനെ വിചാരിച്ചാണോ നിന്റെ ഈ സ്റ്റുപ്പിഡ് ഇഡിയോട്ടിക് ധർമ്മസങ്കടം? അതും സത്യം. സത്യം പറയാൻ മരണം അടുക്കുന്നത് വരെ കാത്തു നിൽക്കണമെന്നില്ലല്ലോ. ശപിക്ക് എന്നെയല്ല, ജീവിതം എനിക്ക് തിരിച്ചു തന്ന മഹാശക്തി ഏതോ അതിനെ ശപിക്ക്.
നിന്നെ വിചാരിച്ച് മാത്രമായിരുന്നു എന്റെ ദുഃഖം. ഇനി ഞാനുണ്ട്, എന്നും നിനക്ക് ഞാനുണ്ട്. ക്ഷോഭത്തിൽ ഞാൻ എന്റെ പൊന്നുമോളെ. എന്നെ തുടരുത്. ഒരേ ദിവസം രണ്ടാളുടെ മെത്ത പങ്കിടുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നും. ഏൽപ്പിച്ചയാൾ അവകാശം സ്ഥാപിച്ചു കഴിഞ്ഞു. രാജേന്ദ്ര, നന്ദി, എല്ലാത്തിനും നന്ദി. All the best. ജീവിതത്തിന്റെ ആഘോഷത്തിനിടയ്ക്ക് അപ്രതീക്ഷിതമായി മരണം കടന്നുവരുന്നു. അർബുദ രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട രവിശങ്കർ ഇന്നലെ